പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലക്ഷോപലക്ഷം ആളുകൾ ഉപവാസത്തോടും വലിയ ഒരുക്കത്തോടും കൂടെ ഈ സമയത്ത് ദൈവവചന ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. അച്ഛൻ ഓരോ ഇടങ്ങളിൽ ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ അഭിഷേകാഗ്നിക്ക് വേണ്ടി എല്ലാ ശനിയാഴ്ചയും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുവെന്ന് എന്നെ അറിയിക്കുന്നുണ്ട്. ഞാൻ അവരെല്ലാം ഓർത്ത് പ്രത്യേകം ജീവിക്കുന്നവനായ കർത്താവിന് നന്ദി പറയുകയാണ്. ഇനിയും നിങ്ങൾ കൂടുതൽ ആളുകൾ ഈ അഭിഷേകാഗ്നി കാണുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും മാനസാന്തരത്തിൻ്റെയും കൃപാവരങ്ങളുടെയും അഭിഷേകം നിറയുന്നതിന് വേണ്ടി ഉപവാസത്തോടും പരിഹാരത്തോടും കൂടെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഒന്നും കൂടെ സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ കുട്ടികളും വിദ്യാർത്ഥിനികളും അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എല്ലാ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അനേകം കുട്ടികളെ, അനേകം വിദ്യാർത്ഥിനികളെ അവരുടെ സങ്കടങ്ങളിൽ അഭിഷേകാഗ്നി കണ്ടപ്പോൾ യേശു അവരെ സഹായിച്ചു എന്ന് സ്റ്റേജുകളിൽ സാക്ഷ്യം പറയുന്നത് ഒരു നിത്യ സംഭവമാണ്. ഞാൻ കുട്ടികളെ അനുഗ്രഹിക്കുന്ന കർത്താവിനെ ഈ സമയം ഹൃദയപൂർവ്വം ആരാധിക്കുകയാണ്. അതുപോലെ തന്നെ രോഗികൾ, തകർന്നവർ, കടബാധ്യതയുള്ളവർ, മനപ്രയാസമുള്ളവർ, തടസ്സങ്ങളിരിക്കുന്നവർ, നിരവധിയായ തരത്തിൽ വേദനിക്കുന്ന മക്കളെ യേശു അടുത്ത് വന്ന് തൊടുന്ന അനുഭവം ഈ വചന ശുശ്രൂഷകളിൽ കർത്താവ് നൽകാറുണ്ട്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവവചന ശുശ്രൂഷ
നമുക്ക് നമ്മുടെ ആത്മാവിനെ നിത്യരക്ഷയിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ ആ വചന ശുശ്രൂഷ യേശുവിൻ്റെ സാന്നിധ്യം അവിടെ അടുത്തുണ്ട് എന്ന് നമ്മൾ അറിയിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യം. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജസ്ലിൻ. ഞാൻ മെഡിക്കൽ കോളേജിൽ PGക്ക് പഠിക്കുവാണ്, ഡോക്ടറാണ്. കല്യാണം കഴിഞ്ഞ് 4 വർഷമായി, കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ അഭിഷേകാഗ്നി ധ്യാനം ഇവിടെ 2013 അനന്തപുരിയിൽ ജനുവരി നടക്കുന്നുണ്ട്, ഒന്ന് കൂടി നോക്കുന്നത്. ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആദ്യമൊന്നും നടക്കുമോയെന്ന് അറിയില്ലായിരുന്നു. ഒത്തിരി പ്രാർത്ഥിച്ചു. അവസാനത്തെ ദിവസം ഫാദർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, വിശ്വസിക്ക്, ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു, ലാപ്രോസ്കോപ്പി ചെയ്തിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. പ്രാർത്ഥന കഴിഞ്ഞു. പിറ്റേ മാസം തന്നെ ഗർഭിണിയായി. ഒരു ട്രീറ്റ്മെൻറ്റും എടുത്തില്ലായിരുന്നു ആ സമയത്ത്. എന്നിട്ട് ഇന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഒരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് ദൈവം 2 ഇരട്ട കുട്ടികളെ തന്നു, ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും. അവർക്ക് ദൈവകൃപയാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ കൊണ്ടുവരാൻ പറ്റിയില്ല, കൂടെ വരാൻ വേറെ ആളില്ലാത്തതുകൊണ്ടാണ് കൊണ്ടുവരാൻ പറ്റാഞ്ഞത്. 2 കുട്ടികളൊക്കെ ആകുമ്പോഴത്തേന് അത് ഈ സ്റ്റേജിൽ കൂടെ നിറച്ച് ഓടി നടക്കാം, അങ്ങനെ വലിയ പണിയാവും. അപ്പം അതുകൊണ്ട് ദൈവം, നിങ്ങൾ നോക്കിയ ഈ കുട്ടിയുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വളരെ വിലയുള്ള പ്രാർത്ഥനയായി മാറി. ഈ കുട്ടി വിശ്വാസത്തോടെ പറഞ്ഞു, യേശുവേ, ഒരുപാട് ചികിത്സകളും മാനുഷികമായ ഒരുപാട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല, അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് നിഷ്കളങ്ക ഹൃദയത്തോടെ അങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ഒരു ബ്ലെസ്സിങ് വാങ്ങി. പിറ്റേ മാസം തന്നെ ആ കുട്ടി ഗർഭിണിയായി. എന്ന് 2 കുട്ടികളുടെ അമ്മയാണ്. കുടിശ്ശിക തീർത്ത് ഇനിയും തരും. പ്രൈസ് ദി ലോർഡ്. ഇനി കുട്ടികളെ തന്നാൽ സ്വീകരിക്കുമോ? സ്വീകരിക്കണം. കുട്ടികളെ സ്വീകരിക്കുന്ന കുടുംബങ്ങളെ കർത്താവിന് വളരെ ഇഷ്ടമാണ്. അത് നാനാജാതി ഏത് ജാതിപ്പെട്ട കുടുംബമാണെങ്കിലും മക്കളെ സ്വീകരിക്കുന്ന അമ്മമാരെ കർത്താവ് ഒരു സ്പെഷ്യൽ ഗ്രേഡ്, ഒരു റെസ്പെക്റ്റ് കൊടുത്ത് അനുഗ്രഹിക്കും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവർക്കൊരു ഗോൾഡ് കാർഡ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഗ്രേഡ് അവർക്കുണ്ടാവും. ധാരാളം മക്കളെ സ്വീകരിച്ച അമ്മമാർക്ക്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കർത്താവിനെ ഈ നിമിഷങ്ങളിൽ നമുക്ക് ആരാധിക്കാം. 2 കരങ്ങളും സാധിക്കുന്നത് പോലെ ഉയർത്തിപ്പിടിക്കുക. എല്ലാ ദൈവമക്കളും കുടുംബമായിട്ട് ഒരുമിച്ച് കൂട്ടായ്മയിലേക്ക് ചേരുന്ന സമയമാണ്. ഇതാ ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്ന ഈ സമയം അനേക കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ഈ സമയത്ത് കർത്താവ് വർഷിക്കും. കരങ്ങൾ ഉയർത്തി നിങ്ങൾക്ക് എങ്ങനെ സ്തുതിക്കാൻ സാധിക്കുമോ അങ്ങനെ വിശ്വാസത്തോടും വളരെ നിഷ്കളങ്കതയോടും കൂടെ ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ആരാധന. ഓ ജീവിക്കുന്ന ദൈവത്തിന്റെ അരുവിയേ, ഓ ജീവിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന സമൂഹത്തിലേക്ക് ഇപ്പോൾ എഴുന്നള്ളി വരണമേ. ദൈവത്തിൻ Glory, glory, glory. ഞങ്ങളിൽ വന്നു പരിശുദ്ധാത്മാവേ, ദാസന്മാരുടെ മേൽ നിറയണമേ. ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. 2 കരങ്ങൾ ഉയർത്തി യേശുവിൻ ചൈതന്യമേ, യേശുവിൻ ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാ ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. റൂഹായാം ചൈതന്യമേ, റൂഹായാം ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദാനങ്ങൾ ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ ഞങ്ങളെ തൊടണമേ, നവ്യരായി മാറ്റണമേ. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഇപ്പോൾ സ്പർശിക്കണമേ. കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. ബാലിക ബാലന്മാരെ അനുഗ്രഹിക്കണമേ. വിശ്വാസം നഷ്ടപ്പെട്ടവരെ സ്പർശിക്കണമേ. അടഞ്ഞുപോയ ഹൃദയങ്ങളെ തുറക്കണമേ. നിരീശ്വരജത്തെ ദൈവ നിഷേധത്തെ അവിടുന്ന് കഴുകണമേ. വിശ്വാസ ബോധ്യങ്ങൾ നൽകണമേ. പിശാചിന്റെ ആധിപത്യങ്ങളെ തകർക്കണമേ. പിശാചി ബന്ധിച്ചിരിക്കുന്ന ആത്മാക്കൾ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന കർത്താവേ, ആരാധന കർത്താവേ, ആരാധന കർത്താവേ. ഗ്ലോറി, 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 ഗ്ലോറി. ഓ
ഓ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ആരാധിക്കുന്നു. ഇപ്പോൾ ക്ഷീണങ്ങൾ മാറട്ടെ, ഇപ്പോൾ മരവിപ്പ് മാറട്ടെ, ബന്ധനങ്ങൾ മാറട്ടെ, പ്രാർത്ഥനാഭിഷേകം നിറയട്ടെ, സ്തുതിപ്പിന്റെ അഭിഷേകം നിറയട്ടെ, കൃപാവര അഭിഷേകം നിറയട്ടെ, അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Please be seated. എല്ലാ ദൈവമക്കളും സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പരിചിന്തനത്തിനായി നമുക്ക് കിട്ടിയിരിക്കുന്ന വചനം യെശയ്യാ പ്രവചനത്തിൽ 57 അധ്യായം 20 21 തിരുലിഖിതങ്ങൾ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 57 വേഴ്സസ് 20 and 21. ദുഷ്ടർ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്, അതിന് ശാന്തമാകാനാവില്ല. അതിലെ വെള്ളം ചെളിയും മാലിന്യങ്ങളും അടിച്ചു കയറ്റുന്നു. എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു, ദുഷ്ടന് സമാധാനം ലഭിക്കുകയില്ല. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് ദുഷ്ടന് സമാധാനം ലഭിക്കുകയില്ല. There is no peace for the wicked. There is no peace for the wicked. ദുഷ്ടന് സമാധാനം ലഭിക്കുകയില്ല. എൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഐസയ ചാപ്റ്റർ 57 വേഴ്സ് 21. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് അച്ഛൻ ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിലും അച്ഛൻ്റെതായ ശ്രദ്ധയിലും പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവരാജ്യത്തിൻ്റെ ചില കാര്യങ്ങൾ നടക്കുന്ന സമയത്ത്, ദൈവരാജ്യത്തിൻ്റെ ചില ഉത്ബോധനങ്ങൾ നൽകുന്ന സമയത്ത് വളരെ ഇങ്ങനെ ഈ എന്തോ കടിച്ച മാതിരി ഇങ്ങനെ വെരുക പോലെ പാഞ്ഞു നടന്ന് ദുഷ്ടത വമിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ചില ഇടവകകളിൽ, ചിലപ്പോൾ ചില സമൂഹങ്ങളിൽ, ചിലപ്പോൾ പത്രമാധ്യമങ്ങളിൽ ഇങ്ങനെ പല വിധത്തിൽ ഇങ്ങനെ പ്രത്യേക തരത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് ഇങ്ങനെ പ്രത്യേക തരത്തിൽ വേവലാതി പൂണ്ട് ഓടി നടന്ന് ദുഷ്ടത വമിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളെ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിക്കാൻ ഇടവന്നു. അതിനെക്കുറിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, ഞാനും നിങ്ങളും മനസ്സ് വെച്ചില്ലെങ്കിൽ നാം നമ്മുടെ ഹൃദയത്തിൽ അധപ്പതിക്കുകയും നമ്മുടെ അന്തരംഗം പാപത്തിലേക്ക് പോവുകയും ദുഷ്ടതയിൽ ആണ്ടുപോവുകയും അങ്ങനെ ദുഷ്ടത നിറഞ്ഞ് നമ്മുടെ ഹൃദയം സ്വസ്ഥതയില്ലാതെ നമ്മുടെ സഹോദരങ്ങളെ രാപ്പകൽ ദുഷിച്ചുകൊണ്ട് ചുറ്റി നടന്ന് ശരീരത്തെ കാർന്നു തിന്നുന്ന മാരക രോഗം പോലെ ഭക്തിരഹിതരായി നമ്മുടെ സംസാരം സമൂഹത്തെ നശിപ്പിക്കുമെന്ന് തിരുലിഖിതത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. അതിലൊന്നാമത്തെ വചനമാണ് യെശയ്യായുടെ പുസ്തകം 57 അധ്യായം 20 21 തിരുലിഖിതങ്ങൾ. ദുഷ്ടർ പ്രക്ഷുബ്ധമായ കടല് പോലെയാണ്, അതിന് ശാന്തമാകാനാവില്ല. എത്ര എക്സ്പ്ലനേഷൻ കൊടുത്താലും, എത്ര വിശദീകരണം കൊടുത്താലും, ചങ്ക് തുറന്ന് കാണിച്ചാൽ പോലും അതിന് ശാന്തമാകാനാവുകയില്ല. അതിലെ വെള്ളം ചെളിയും മാലിന്യങ്ങളും അടിച്ചു കയറ്റുന്നു. അതിലെ വെള്ളം, അവരുടെ ആ വേവ്സ്, അവരുടെ ആ ഒരു മൂവ്മെന്റ്, ചെളിയും മാലിന്യങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അടിച്ചു കയറ്റുന്നു. ഞാൻ ഈ ഒരു വചനഭാഗം വായിച്ച ഉടനെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്യുമെൻ്ററി ഫിലിം കണ്ടത് ഓർമ്മിക്കുകയാണ്. നോഹ എന്ന ദൈവദാസൻ ആ കാലഘട്ടത്തിൽ ദുർവൃത്തരായ ജനങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ ഇംഗിതങ്ങളെ അനുസരിച്ച് മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുന്നതും ആ കാലഘട്ടത്തിലെ ദുർവൃത്തർ എങ്ങനെയാണ് അദ്ദേഹത്തെ വലയം ചെയ്തതും എന്ന് ആ ഡോക്യുമെൻ്ററി ഫിലിമിൽ അന്ന് കണ്ടത് ഞാൻ ഓർമ്മിക്കുകയാണ്. ദൈവം നോഹയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു. നോഹയോട് പറയുന്നു, ഒരു വലിയ പേടകം നിർമ്മിക്കണം. അതിൻ്റെ അളവും അതിൻ്റെ വലിപ്പവും അതിൻ്റെ കൃത്യതയും ദൈവം നോഹയ്ക്ക് കൃത്യമായി വെളിപ്പെടുത്തി കൊടുക്കുന്നു.
എന്നാൽ നോഹയുടെ കാലഘട്ടത്തിലെ മറ്റൊരാൾക്കും അതിനെക്കുറിച്ച് ദൈവം ഒരറിയിപ്പും കൊടുക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ജനറൽ കോൺഷ്യന്റൈസേഷൻ, ഒരു പൊതുവായ ഒരു ബോധവൽക്കരണം ആ സമൂഹത്തിൽ ദൈവം ചെയ്യുന്നില്ല. ദൈവം നോഹ എന്നൊരൊറ്റ വ്യക്തിക്ക് മാത്രം അത് കൃത്യമായി വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നോഹ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന ദൈവദാസനാണ്. ദൈവദാസൻ അത് ദൈവം പറഞ്ഞതുപോലെ കൃത്യമായി ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ഒരു പേടകം നിർമ്മിക്കുകയാണ്. അപ്പോൾ ആ സമൂഹത്തിലുള്ള ദുഷ്ടത നിറഞ്ഞ, അല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടുന്ന പോലെ, ഒരു കാര്യം കണ്ട ഉടനെ സമാധാനം നഷ്ടപ്പെട്ട് അതിനെ ദുഷിച്ച് നടക്കുന്ന ആളുകളില്ലേ, അതേമാതിരി കുറേ പേര് വന്ന് ഇതെന്താണ് മാഡമേൻ നോഹയ്ക്ക് വട്ടുപിടിച്ചോ, ഇതെന്തായി ചെയ്യണത്, ഇങ്ങനെ ഇങ്ങോട്ട് ദുഷിക്കാൻ തുടങ്ങി. അവരുടെ സംസാരം അങ്ങോട്ട് പെരുകി എല്ലാവരിലേക്ക് എത്തി. ജനങ്ങൾ കൂട്ടമായി വന്ന് അതിനെ ദുഷിക്കാൻ തുടങ്ങി, ഇതിനെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ തുടങ്ങി. കുറേ പേര് എന്നെ തീ വെക്കാൻ നോക്കുന്നു, കുറേ പേര് തല്ലി പൊളിക്കാൻ. അവർക്ക് യാതൊരു കാര്യമില്ലാത്തൊരു വിഷയമാണെന്ന് ഓർക്കണം. എന്നാൽ അതിനെ നശിപ്പിക്കുക, അതിനെ എതിർക്കുക, അതിനെ തടസ്സപ്പെടുത്തുക, അതിനെ ദുഷിക്കുക, ഇങ്ങനെ എന്തെല്ലാം മോശം ചെയ്യാമോ അത്രയും ദുഷ്ടത അതിനെതിരെ, ആ ദൈവികമായ കാര്യത്തിനെതിരെ, ആ ദൈവദാസനെതിരെ, ആ ശുശ്രൂഷയ്ക്കെതിരെ ചെയ്യുന്നതാണ് ഞാൻ ആ ചിത്രീകരണത്തിൽ കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 തിമോഥെയോസ് 2:17 ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്ന് തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും. 2 Timothy chapter 2:17, and their talk will eat its way like gangrene. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്ന് തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും. ഇത് സമൂഹത്തിന്റെ ഒരു പ്രതിഭാസമാണ് സഹോദരങ്ങളെ. സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. അവിടെ ദൈവദാസനായ മോശയ്ക്ക് ദൈവം ചില നിർദ്ദേശങ്ങൾ കൊടുത്ത് അതനുസരിച്ച് മോശ ദൈവജനത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം 1 തൊട്ട് 3 വരെ വാക്യങ്ങൾ. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 16 വേഴ്സസ് 1 to 3. അവിടെ കാണുന്നത് എങ്ങനെയാണ്? 3 നേതാക്കന്മാര് ഹാലിളക്കുകയാണ്. മോശയുടെ നടത്തിപ്പിലും മോശയുടെ നേതൃത്വത്തിലും അവർ അസഹിഷ്ണുക്കളായി അവരിങ്ങനെ ഭക്തിരഹിതരുടെ സംസാരം കാർന്നു തിന്നുന്നത് പോലെ ആ സമൂഹത്തെ മുഴുവൻ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ബൈബിളിൽ സംഖ്യ 16:1 വായിക്കുന്നത് എങ്ങനെയാണ്? ലേവിയുടെ മകനായ കൊഹാത്തിന്റെ മകൻ ഇസ്ഹാറിന്റെ മകനായ കോറഹും, റൂബൻ ഗോത്രത്തിലെ എലിയാബിന്റെ പുത്രനായ ദാത്താൻ, അബീറാം എന്നിവരും പെലെത്തിന്റെ മകൻ ഓനും അവർ ചേർന്ന ഒരു സംഘമായി. വീണ്ടും വചനം 2-3 വാക്യങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കളും തെരഞ്ഞെടുക്കപ്പെട്ടവരും പ്രസിദ്ധരുമായ 250 പേരും മോശയെ എതിർത്തു. അവർ മോശയ്ക്കും അഹ്റോനും എതിരെ ഒരുമിച്ച് കൂടി പറഞ്ഞു, നിങ്ങൾ അതിരുവിട്ടു പോകുന്നു, സമൂഹം ഒന്നൊഴിയാതെ എല്ലാവരും വിശുദ്ധരാണ്, കർത്താവ് അവരുടെ മധ്യേ ഉണ്ട്, പിന്നെ എന്തിന് നിങ്ങൾ കർത്താവിന് ജനത്തിന് മീതെ നേതാക്കന്മാരായി ചമയുന്നു? അവരെ വെല്ലുവിളിക്കുക, അവരെ ധിക്കരിക്കുക, വിമത സ്വഭാവം കാണിക്കുക, എതിർക്കുക. ആദ്യം 3 പേരായിരുന്നു, പിന്നെ ഇപ്പൊ 250 നേതാക്കന്മാരെ അവരുടെ കൂട്ടത്തിൽ കൂട്ടി. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ രംഗം കാണുന്നത് എങ്ങനെയാണ്? ജനം മുഴുവനും, മോശയും അഹ്റോനും മാത്രം ഒരു ഭാഗത്ത്, ബാക്കി ജനം മുഴുവനും ഈ ഭക്തിരഹിതരുടെ കൂടെ നിന്ന് ദുഷിക്കുക, എതിർക്കുക, വെല്ലുവിളിക്കുക, മത്സരിക്കുക. ആ രംഗമാണ് 16-ാം അധ്യായത്തിൽ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു തിന്മ നമ്മുടെ മേൽ വന്നുകൂടിയാൽ പരക്കം പാഞ്ഞ് റിബല്യസായി വിമത സ്വഭാവത്തോടെ തിന്മ പടർത്തുന്ന ക്യാൻസർ രോഗം ശരീരത്തെ കാർന്നു തിന്നുന്നത് പോലെ സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു ജീവിത രീതിയാണിതെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. മക്കളെ, അങ്ങനത്തെ ഒരു സ്വഭാവത്തിലേക്ക് വീണു പോകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം, മുൻകരുതൽ എടുക്കണം. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെങ്ങനെ അന്ത്യം ഉണ്ടായെന്ന് അറിയാവോ? അവസാനം ദൈവം തന്നെ നേരിട്ട് ഇടപെട്ടു. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങി. ദൈവം തന്നെ നേരിട്ട് ഇടപെട്ട് അഗ്നി ഇറങ്ങി ആ 250 നേതാക്കന്മാരെയും അവരുടെ തലവന്മാരെയും ദഹിപ്പിച്ച് വെണ്ണീറാക്കിയിട്ടാണ് ആ പ്രശ്നം ഒന്ന് ശാന്തമായത്. നോഹയുടെ കാലത്ത് എങ്ങനെയത് ശാന്തമായെന്ന് അറിയാവോ? അവരുടെ മുകളിൽ
ജലപ്രളയം ഉണ്ടായി അവരെല്ലാവരും അതിൽ മുങ്ങിച്ചാകുന്നത് വരെ ആ ദുഷ്ടത ശമിച്ചില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരനെ, പറഞ്ഞാലും വിശദീകരിച്ചാലും ഒന്നും ശാന്തമാകുന്നതല്ല ദുഷ്ടത കുടികൊള്ളുന്ന മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ. ദുഷ്ടർക്ക് ശാന്തമാവാനാവില്ല. പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്, അതിലെ ജലം ചെളിയും മാലിന്യങ്ങളും അടിച്ചു കയറ്റുന്നു എന്ന് തിരുലിഖിതങ്ങളുടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. വീണ്ടും തിരുലിഖിതം അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പ്രഭാഷകന്റെ പുസ്തകം 21-ാം അധ്യായം 9-ാം തിരുലിഖിതം, ദുഷ്ടരുടെ സമൂഹം ചണനാര് കൂട്ടിവെച്ചതുപോലെയാണ്, അവർ അഗ്നിയിൽ എരിഞ്ഞു തീരും. അത് നമ്മൾ പറഞ്ഞും മനസ്സിലാക്കിയും അതങ്ങനെ നന്നാകും, അങ്ങനെയല്ല ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ദുഷ്ടരുടെ സമൂഹം ചണനാര് കൂട്ടിവെച്ചതുപോലെ തന്നെ അത് അഗ്നിയിൽ എരിഞ്ഞടങ്ങുന്നത് വരെ ദുഷ്ടത മേൽക്കുമേൽ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ബുക്ക് ഓഫ് സിറ chapter 21 verse 9, an assembly of the wicked is like tow gathered together, and their end is a flame of fire, and their end is a flame of fire. അവസാനം അഗ്നികുണ്ഡമായി അത് അവസാനിക്കും. Their end is a flame of fire. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം, എൻ്റെ ജീവിതം ഇതുപോലൊരു ദുഷ്ടരുടെ സമൂഹത്തിൽ ചെന്ന് കൂട്ടുകൂടി ദുഷ്ടർ ചണനാര് കൂട്ടിവെച്ചതുപോലെ കൂട്ടുകൂടി നശിക്കാൻ ഇടവരരുത്. അതിനുവേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, റോമാലേഖനം 3-ാം അധ്യായം 13-ാം തിരുലിഖിതം, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു. അവരുടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട്. Their throat is an open grave. They use their tongues to deceive. The venom of asps is under their lips. Romans chapter 3 verse 13. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ മഹത്വത്തിന്റെ കർത്താവേ, വിശുദ്ധിയുടെ അഭിഷേകം കൊണ്ട് ഇപ്പോൾ ഞങ്ങളെ നിറയ്ക്കണമേ. വിശുദ്ധിതൻ ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണമേ. അഭിഷേകം ചെയ്യണമേ, സ്പർശിക്കണമേ. ദുഷ്ടതയുടെ ആധിപത്യങ്ങൾ തകരട്ടെ. നവ്യരായി മാറ്റേ, അഹങ്കാരത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ. എളിമരൻ ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റേണമേ, നവ്യരായി മാറ്റേണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, രൂപാന്തരപ്പെടുത്തണമേ, രൂപാന്തരപ്പെടുത്തണമേ. തിന്മ കത്തി ചാമ്പലാകട്ടെ, മുള്ളുകളും മുൾപ്പടർപ്പുകളും കത്തി ചാമ്പലാകട്ടെ. ആരാധന, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പ്രഭാഷകൻ 21:9, ദുഷ്ടരുടെ സമൂഹം ചണനാര് കൂട്ടിവെച്ചതുപോലെയാണ്, അവർ അഗ്നിയിൽ എരിഞ്ഞു തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ മുട്ടിന്മേൽ നിന്ന് 2 കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തി യേശുവിൻ്റെ നാമത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും മുട്ടുമേൽ നിൽക്കുന്നു. ഈശോയിലേക്ക് നോക്കി 2 കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, 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 യേശുവേ,
യേശുവേ 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 യേശുവേ. ആനന്ദമുണ്ട് എനിക്കാത്മാവിൽ